നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന വ്യാജ മദ്യവുമായി യുവാവിനെ ചേർപ്പ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. തുടരന്വേഷണത്തിൽ പ്രതിയുടെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 231 ലിറ്റർ വ്യാജ മദ്യവും സ്പിരിറ്റ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും. ബിജെപി ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് വി ശ്രീരജ് നയിച്ച രാഷ്ട്ര സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. പെരുമ്പുളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ചേർപ്പ് തായംകുളങ്ങരയിൽ സമാപിച്ചു. AISF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. സംഘടനയുടെ 90ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ളതായിരുന്നു സംഗമം. വാർത്തകൾ വിശദമായി. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന വ്യാജ മദ്യവുമായി യുവാവിനെ ചേർപ്പ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. തുടരന്വേഷണത്തിൽ പ്രതിയുടെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 231 ലിറ്റർ വ്യാജ മദ്യവും സ്പിരിറ്റ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും. ഓപ്പറേഷൻ തണ്ടർ നടപടിയുടെ ഭാഗമായി ചേർപ്പ് എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ നീക്കത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച വ്യാജ മദ്യശേഖരവുമായി യുവാവ് അറസ്റ്റിലായത്. നന്ദിപുലം ആറ്റപ്പള്ളി സ്വദേശി കുന്നത്ത് പറമ്പിൽ വീട്ടിൽ ജിതിനാണ് അറസ്റ്റിലായത്. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ തണ്ടർ പ്രകാരമുള്ള പ്രത്യേക റെയ്ഡ് നടന്നത്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച വൈകിട്ട് 5:15 പാറളംചിറ ഗ്രീൻ ലൈൻ റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. വാഹന പരിശോധനയിൽ പ്രതി ജിതിൻ സഞ്ചരിച്ച KL 45 M 6765 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള സ്കൂട്ടറിൽ 18 ലിറ്റർ വ്യാജമദ്യം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതായിരുന്നു വ്യാജമദ്യശേഖരം. തുടരന്വേഷണത്തിനിടെ പ്രതി നൽകിയ മൊഴിയിൽ നിന്നാണ് വ്യാജ മദ്യനിർമ്മാണത്തെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചത്. തുടർന്ന് വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പ്രതി ജിതിൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് വ്യാജ മദ്യശേഖരം പിടിച്ചെടുത്തത്. വീടിന്റെ കിടപ്പുമുറിയിൽ നിന്ന് 231.5 ലിറ്റർ വ്യാജമദ്യത്തോടൊപ്പം 88 ലിറ്റർ സ്പിരിറ്റും വ്യാജമദ്യം നിർമ്മിക്കുന്നതിനും കുപ്പികളിൽ ശേഖരിക്കുന്നതിനുമുള്ള നിർമ്മാണ സാമഗ്രികൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പ്രതിയായ ജിതിന്റെ പേരിൽ നിലവിലുള്ള വിവിധ അബ്കാരി ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. എക്സൈസ് ചേർപ്പ് റേഞ്ച് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ PK സുനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ VR ജോർജ്, പ്രിവന്റീവ് ഗ്രേഡ് ഓഫീസർമാരായ VV കൃഷ്ണകുമാർ, KR രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KC രഞ്ജിത്ത്, CA വൈഷ്ണവ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ KS ശ്യാമലത, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ PS സിജൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് വി ശ്രീരജ് നയിച്ച രാഷ്ട്ര സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. പെരുമ്പുളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ചേർപ്പ് തായംകുളങ്ങരയിൽ സമാപിച്ചു. വിശ്വചക്രവാളവും കടന്ന് വിശ്വശാന്തി ദൂതനായി ഹൃദയത്തിലേക്ക് യാത്ര ഈ വഴിർ മുതൽ കന്യാകുമാരി വരെ ഒരേ വികാര ത്രിവർണ്ണ പതാകയുമേന്തി പെരുമ്പുളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച രാഷ്ട്ര സ്വാഭിമാൻ യാത്ര BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഉപാധ്യക്ഷൻ ഹരി C നരേന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുബീഷ് കൊന്നക്കൻ, AR ജോസ്, മണ്ഡലം ഭാരവാഹികളായ ബിന്ധ്യ കണ്ണൻ, ഷാജി കളരിക്കൽ, PB സുധീർ, TV ജയൻ, പ്രിയലത പ്രസാദ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു പൂച്ചേനിപ്പാടം, പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വിജിത്ത് പാർളം എന്നിവർ നേതൃത്വം നൽകി. ഏരിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ മധു പൂച്ചേനിപ്പാടം, PR സന്തോഷ്, നിതീഷ് പൊറ്റേക്കാട്, സജീവൻ ഞാറ്റുവെട്ടി, അനീഷ് ബാബു, രാജീവ് കണ്ണാറ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രാഷ്ട്ര സ്വാഭിമാൻ യാത്രയിൽ അണിചേർന്നു. ജനപ്രതിനിധികളായ അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് പാണവറമ്പിൽ, വാർഡ് മെമ്പർമാരായ സുബി രഘു, ശ്രുതി വിജിൽ, ജിജു ഭരത്, സൂര്യ ഉദയൻ, ശ്രീദേവി സന്തോഷ്, പ്രേമൻ പാലിശ്ശേരി, സിനി പ്രദീപ്, സനൂപ്, വിവിധ മോർച്ച കമ്മിറ്റി പ്രസിഡന്റുമാരായ സന്ദീപ് രാജ, ഷീല പ്രസന്നകുമാർ, വിപിൻ രാജ്, ടോണി കോട്ടയം, പ്രേമൻ കണ്ടംകുളത്തി എന്നിവരും യാത്രയ്ക്ക് ആവേശം പകർന്നു. രാഷ്ട്ര സ്വാഭിമാൻ യാത്ര പിന്നീട് തായംകുളങ്ങരയിൽ സമാപിച്ചു. AISF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. സംഘടനയുടെ 90ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ളതായിരുന്നു സംഗമം.
മുൻകാലങ്ങളിൽ ചേർപ്പ് മണ്ഡലത്തിൽ നിന്ന് മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഭാരവാഹികളായവരും ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തിയവരും പങ്കെടുത്ത സംഗമം വേറിട്ട അനുഭവമായി മാറി. AISF സംസ്ഥാന സെക്രട്ടറിമാരായി സംഘടനയെ നയിച്ച അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, KP സന്ദീപ്, ജില്ലാ ഭാരവാഹികളായിരുന്ന BA ബെന്നി, മസൂദ് K വിനോദ്, KK ജോബി, MA രാജീവ് കൃഷ്ണൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സഹഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, കോളേജ് യൂണിയൻ അംഗങ്ങൾ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു. AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സാനിയ പ്രസാദ്, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സനിൽ സത്യദേവൻ, ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് അഞ്ജന സുരേഷ് എന്നിവർ പൂർവ്വകാല നേതൃസംഗമത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമാകാൻ ഇരിങ്ങാലക്കുട ICL ഒന്നിച്ചോണം പൊന്നോണം ഒരുങ്ങുന്നു. 2000-ഓളം പേരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി ഒരുക്കുന്നത് വൈവിധ്യമാർന്ന ഓണാഘോഷം. ഇത്തവണ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാകും ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കുന്ന ICL ഒന്നിച്ചോണം പൊന്നോണം. തനത് ഓണാഘോഷ പരിപാടികൾക്കൊപ്പം ബിഗ് സ്ക്രീനിലെ വിസ്മയിപ്പിക്കും താരങ്ങളും ഒന്നിച്ചോണം പൊന്നോണത്തിൽ പങ്കാളികളാകും. പരിപാടിയുടെ വിജയത്തിനായി ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സ്വാഗത സംഘം കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായി ഈ ഒന്നിച്ചോണം പൊന്നോണം കേരളത്തിലെ വലിയൊരു സംഭവമായി ഇതിനെ മാറും എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കാം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവാർഡ്, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുന്ന മറ്റ് ചടങ്ങുകളും വിപുലമായ ഘോഷയാത്രകളും മറ്റ് സാംസ്കാരിക കലാപരിപാടികളും ഒക്കെ തന്നെയും ഇരിങ്ങാലക്കുടക്കാർക്ക്, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സന്തോഷവും ആവേശവും നൽകുന്ന ഒന്നായിരിക്കും. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. ICL CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEOയും വൈസ് ചെയർമാനുമായ ഉമാ അനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, CPM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, BJP ജില്ലാ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, CPI സെക്രട്ടറി NK ഉദയപ്രകാശ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, U പ്രദീപ് മേനോൻ, KA റിയാസുദ്ദീൻ, PT ജോർജ്, K ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പിള്ളി, സാവിത്രി ലക്ഷ്മണൻ, നഗരസഭ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 23-ന് നടക്കുന്ന ഒന്നിച്ചോണം പൊന്നോണം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ICL ഫിൻകോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാർ അറിയിച്ചു. നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തെ പുതുതലമുറയ്ക്കും കൂടി പരിചയപ്പെടുത്തുവാൻ സംഘടിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് വാക്ക് തരുന്നു. 23-ാം തീയതി ഇരിങ്ങാലക്കുടയിൽ നിങ്ങളും ഞങ്ങളും കൂടി നടത്തുന്ന ഈ ഒന്നിച്ചോണം പൊന്നോണം, ICL ഒന്നിച്ചോണം പൊന്നോണം എന്ന ഈ ഓണാഘോഷം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷമായിരിക്കും എന്ന കാര്യത്തിൽ നിസ്സംശയം. ഈ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർവഹിക്കുക. ആഘോഷത്തിന്റെ ഭാഗമായുള്ള വർണ്ണാഭമായ ഘോഷയാത്രയിൽ പുലിക്കളി കൂടാതെ നിരവധി കലാരൂപങ്ങൾ അണിനിരക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മുതൽ ഠാണാവ് വഴി അയ്യങ്കാവ് മൈതാനം വരെയാണ് ഘോഷയാത്ര നടക്കുക. തുടർന്ന് അയ്യങ്കാവ് മൈതാനിയിൽ ഇരിങ്ങാലക്കുടയിലെ പ്രഥമ ബിഗ് സ്ക്രീൻ അവാർഡ് നൈറ്റും മെഗാ മ്യൂസിക് ഡാൻസ് ഷോയും അരങ്ങേറും. കഴിഞ്ഞ വർഷം ICL ഫിൻകോർപ്പിന്റെ ഒന്നിച്ചോണം പൊന്നോണം ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇത്തവണ പുലിക്കളി, കുമ്മാട്ടി, തെയ്യം, തിറ, തിരുവാതിരക്കളി, കഥകളി തുടങ്ങി കേരള തനിമയാർന്ന കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കും. സ്കൂൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 2000-ഓളം പേരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതിയാണ് ഒന്നിച്ചോണം പൊന്നോണം പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 6-7 വാർഡുകളിൽ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ സംയുക്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ക്യാമ്പ്. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധ മരുന്നുകൾ മെഡിക്കൽ ക്യാമ്പിൽ വിതരണം ചെയ്തു. അവിടിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷനായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, വാർഡ് മെമ്പർ ജോയ് പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഹെജി, ഡോക്ടർ സ്മിത കെ വിൽസ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത R നായർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. മതിലകം CDSന്റെ കീഴിലുള്ള സംയോജിത കൃഷി ക്ലസ്റ്റർ ജനറൽ ബോഡി യോഗവും മോണിറ്ററിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. പോക്ലായി കലാഭവൻ മണി ഹാളിലായിരുന്നു യോഗം. സംയോജിത കൃഷി ക്ലസ്റ്റർ ജനറൽ ബോഡി യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ CB രാജേഷ് അധ്യക്ഷനായി. കുടുംബശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. IFC സീനിയർ CRP പ്രിയ ഹരിലാൽ, ബ്ലോക്ക് കോർഡിനേറ്റർ നീതു അരുൺദേവ്, വൈസ് ചെയർപേഴ്സൺ ശാലിനി ബിജു, ഉപസമിതി കൺവീനർ ഫൗസിയ, വാർഡ് മെമ്പർ ബിജിത ഗണേഷ്, IFC ആങ്കർ ഷാരി ഗിരീഷ്, അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരായ ഐശ്വര്യ, AHRPമാരായ ജിഷ വിനോദ്, സുനിത, CDS അംഗങ്ങൾ, IFC കർഷകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മഴക്കാല ആരോഗ്യ സംരക്ഷണവും കന്നുകാലി പരിചരണവും എന്ന വിഷയത്തിൽ കർഷകർക്കായി ക്ലാസ് നടന്നു. മഴക്കാലത്ത് കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണം, രോഗപ്രതിരോധം, ശുചിത്വം, പരിചരണം എന്നിവയിൽ കർഷകർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരുന്നു ക്ലാസ്. കേരള ജൈവ കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കൂളിമുട്ടം AMUP സ്കൂളിൽ നടന്ന സംഗമത്തിൽ ജൈവ ഉൽപ്പന്ന പ്രദർശനവും വിത്ത് കൈമാറ്റവും ഒരുക്കിയിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MC നിഷ അധ്യക്ഷയായി. വാർഡ് മെമ്പർ നസീമ നൌഫൽ, കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, സംസ്ഥാന പ്രസിഡന്റ് PS ഷാജി, സ്കൂൾ മാനേജർ PM അബ്ദുൽ മജീദ്, ശിവരാമൻ തുമ്പരത്തി, ശശിധരൻ, PM ജെയിംസ്, സന്ദീപ് കുണ്ടോളി, MD സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് CK മണി നയിച്ച ക്ലാസ് നടന്നു. ജില്ലയിൽ നടന്ന കോവൽ പന്തൽ മത്സര വിജയികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളും വിത്ത് കൈമാറ്റവും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഈ മാസം 16-ന് ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച രാവിലെ 8:30-നും 9-നും മധ്യേയാണ് ഇല്ലം നിറ ചടങ്ങ് നടക്കുക. ക്ഷേത്ര ഗോപുരത്തിൽ നിന്ന് നെൽക്കതിർക്കറ്റകൾ തന്ത്രി, മേൽശാന്തി എന്നിവർ ശിരസിലേറ്റി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യും. കുത്തുവിളക്കും ശംഖനാദവും പ്രദക്ഷിണത്തിന് അകമ്പടിയൊരുക്കും. പ്രദക്ഷിണത്തിന് ശേഷം കതിർക്കറ്റകൾ വലിയമ്പലത്തിൽ വെച്ച് ലക്ഷ്മി പൂജ നടത്തും. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,080 രൂപ, പവന് 1,12,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന വ്യാജ മദ്യവുമായി യുവാവിനെ ചേർപ്പ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. തുടരന്വേഷണത്തിൽ പ്രതിയുടെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 231 ലിറ്റർ വ്യാജ മദ്യവും സ്പിരിറ്റ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും. BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് V ശ്രീരജ് നയിച്ച രാഷ്ട്ര സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. പെരുമ്പുളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ചേർപ്പ് തായംകുളങ്ങരയിൽ സമാപിച്ചു. AISF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. സംഘടനയുടെ 90-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ളതായിരുന്നു സംഗമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.